സിദ്ധു അവള് എവിടെ പോകുന്ന എന്താ അപ്പൊ എഡിറ്റിംഗ് എടുക്കാം ഇങ്ങനെ ആക്കുമ്പോ ഞാൻ ഇങ്ങനെ ചാടുന്നത്. Hi guys, assalamu alaikum. Hope you guys are doing good and great. So it's been so long I had posted a video in my YouTube. അപ്പോൾ ഇന്ന് ഒരു സ്കാരിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് പേടിയുള്ള ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇപ്പോഴും പേടിയുണ്ട്, കാരണം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ മേലെ ചാടുന്നത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും പേടിയുണ്ട്. ഞാൻ സ്കൈ ഡൈവ് ചെയ്യാൻ പോവാണ് ഇൻഷാല്ലാ. ഇത് രാവിലെ എണീറ്റപ്പോൾ അടക്കം ലൈക്ക് ഐ വാസ് ലൈക്ക് ടേക്ക് ഓഫ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നുസു പറഞ്ഞു എന്തായാലും ചെയ്യാൻ വിചാരിച്ചാൽ എന്തായാലും ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഇന്ന്. കണ്ടോ, എനിക്ക് പറയാൻ അടക്കം വയ്ക്കില്ല, പേടിയുണ്ട്. സിൽക്കസ് ഇന്നലെ രാത്രി അടക്കം ഉറങ്ങുന്ന സമയത്ത് ഓരോ കുഞ്ഞു സൗണ്ട് കേൾക്കുമ്പോൾ ഐം ലിറ്ററലി തിങ്കിങ് ഹൗ ഐ വുഡ് ജമ്പ് ഫ്രം ദിസ് പ്ലെയിൻ. അപ്പോൾ ഇൻഷാല്ലാ ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഒത്തിരി കഴിഞ്ഞിട്ടേക്കും, ബട്ട് സ്റ്റിൽ ദിസ് വിൽ ബി മൈ യൂട്യൂബ് ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് ലൈക്ക് ഒരു ബിഗ് മെമ്മറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയൊരു അഡ്വഞ്ചർ ആയതുകൊണ്ട് എന്തായാലും യൂട്യൂബിൽ എന്തായാലും പോസ്റ്റ് ചെയ്യും ഇത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നമ്മൾ ഇനിയും അടിപൊളി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചാടല്ലേ ഓക്കെ ചാടല്ലേ തീർച്ചയായും. സിദ്ധോടെ എൻ്റെ കൂടെ ചാടാൻ വരുന്നത്. നല്ല ട്രാഫിക്. നമുക്ക് 8 മണിക്ക് എത്താൻ പറഞ്ഞാണ്. ഇപ്പം സമയം സമയം 7:50. 10 മിനിറ്റിനുള്ളിൽ എത്തൂല. നമ്മുടെ ലൊക്കേഷനിൽ കാണിക്കുന്ന ഡിസ്റ്റൻസ് ലൈക്ക് 47 minutes, which I don't think we gonna reach. 8:37 എത്തുന്ന പറയുന്നത്. അതിനിടയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു വലിയ ബ്ലോക്കിൽ വിട്ട്. No, why you came from there? No. I don't let you in. ഡ്രൈവർക്കൊക്കെ കുറച്ച് സീനാണ്. Fucking play smart. നമ്മളെ കൂടെ ഉള്ള Don't play smart. No. Yeah. നമ്മളെ ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി നമ്മളെ അല്ലെങ്കിൽ അവൾ ബ്ലോക്കിൽ വിട്ടിട്ടാന്നുള്ളത്. അപ്പോൾ കയറാൻ സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ അത് വിൻഡ് വന്നിട്ട് എന്താ പറയാൻ പോകുന്നത്. നമ്മൾ കൈമ എന്തെഴുതും, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തെഴുതും? ഇങ്ങനെയൊക്കെയാണ് താല്പര്യം, ലിവ് യുവർ ലൈഫ്. പക്ഷേ അതൊന്നും എഴുതാനുള്ള ടൈമില്ല, അത്ര വലിപ്പം. ഇവിടെ ജിദ്ദു പറഞ്ഞ പോലെ പറക്കണ സമയത്ത് ഇതൊന്നും പിടിക്കാൻ വയ്ക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു, പഠിച്ചിട്ട് അറിയില്ല എക്സ്പ്രഷൻ. നല്ല എക്സ്പ്രഷൻ വന്നാൽ മതിയെന്ന് എനിക്കറിയില്ല. പേടിയുണ്ട് എക്സ്പ്രഷനൊക്കെ വരുമോന്ന്. ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല ഇത് ചെയ്യണത്, ആകെ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒന്നും അറിയാം, ഇപ്പം സിദ്ധിക്ക് പറയാം, അല്ല എനിക്കറിയില്ല, എനിക്ക് പേടിയാ പറയാൻ. നുസൂന് എൻ്റെ കൂടെ വരാൻ പറ്റിയിട്ടില്ല. നുസൂന് വർക്ക് ഉണ്ട്. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് മൺഡേ. കാരണം ഇത് ഒരു 2-3-4 പ്രാവശ്യം ബുക്ക് ചെയ്തിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തതാണ്. കാരണം ഞാൻ പറഞ്ഞാൽ യൂഷ്വൽ ഒരു വട്ടം നമുക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട്, രണ്ടാമത്തെ വട്ടം എനിക്കെന്തോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആലോചിക്കുമ്പോൾ പേടിയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഇത് 3-ാമത്തെ വട്ടമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം രാവിലെ പോണ്ടാന്ന് വിചാരിച്ച് ഇപ്പോൾ എണീറ്റ് ഇതാ കാറിലുണ്ട്. ഇന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ധൈര്യം ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല, ഇന്ന് വർക്ക് ഉണ്ട് ഇല്ല. പക്ഷെ കുഴപ്പമില്ല, കുറേ ആൾക്കാർ ചാട്ടായില്ലേ, കുഴപ്പമുണ്ടാവില്ലേക്കും. ചിന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. ടെൻഷനൊന്നുമില്ല, ചെറിയ ടെൻഷനുണ്ട്. അല്ലെങ്കിലേ ലേറ്റ് ആയിട്ടാണ് നമ്മളുള്ള. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇവിടെ ഗ്യാസ് സ്റ്റേഷനിൽ എന്തോ അടിക്കുക, പെട്രോൾ അടിക്കാനല്ല, ഗ്യാസ് എന്തോ അടിക്കാൻ. ഇവിടെ എനിക്കിപ്പോൾ മനസ്സിലാവാത്ത, മുന്നിൽ ഗ്യാസ് അടിക്കുന്നത് എന്താണ് സംഭവം? ജിതുനും അറിയില്ലല്ലോ, ജിതുനും അറിയില്ല. അപ്പം എനിക്കറിയാത്തില്ല, ആരും കളിയാക്കാൻ നിൽക്കണ്ട, എനിക്കറിയില്ല, അപ്പോൾ അവനും അറിയില്ല. മുന്നിൽ എന്തോ അടിക്കുന്നുണ്ട് ഒരു. പക്ഷെ ലേറ്റാണ് നമ്മള്. നാച്ചുറൽ ഗ്യാസ് ഫോർ വെഹിക്കിൾ
എന്തിനാണ് ഈ എതിരാണ് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോഴും ടൈമുണ്ട്, തിരിച്ചോടോ അടല വായിച്ചോക്കാം. എല്ലാം ഒപ്പിട്ട് കൊടുത്തിന് ഗൈസ്. സിദ്ധു ഒപ്പിട്ട് കൊടുത്തിന്. പഠിച്ചവന് പേടിയാവണ്ട. അല്ല എൻ്റെ വരെ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ലേറ്റാണ്, പക്ഷെ എനിക്കിതൊന്നും അറിയില്ല. അയാള് എന്റെ പേരെല്ലാം ചക്ക അക്ഷരം പോലെ ഉണ്ട്. നമ്മളിവിടെ ഉണ്ട്. 32 മിനിറ്റിനുള്ളിൽ തന്നെ കൊണ്ടുപോകുന്നാണ് പറയണേ. അസ്സലാമലൈക്കോ. ഫീമെയിൽ ഇൻസ്ട്രക്ടർ ആണോ അത് പറയണ്ട ഒരിടത്ത്. ഡ്രസ്സെല്ലാം തന്നീന് ഇടാൻ പോവാണ്. Good morning, everyone. 25 Inspector Ledwell. ഇതെല്ലാം ഒരു പ്രശ്നമുണ്ടാ. പേടിയാകുന്നില്ല. പേടിയൊന്നുമില്ല, നല്ല ചെറിയൊരു ഭയം അല്ലേ? ഏയ് പേടിയൊന്നുമില്ല. ഇതൊക്കെ ആശങ്കയുണ്ടോ? പഠിച്ചോലറിയാം. ഇതൊക്കെ അമേസിംഗ് നിൽക്കാം. അവര് നമുക്ക് പൊസിഷൻസ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന്. പക്ഷെ എന്താ വെച്ചാൽ നാട്ടിൽ എനിക്കുണ്ട്. അയ്യോ അത് കാണുന്നില്ലേ? നമുക്ക് പഠിപ്പിച്ചു തന്ന് പേടിയാവുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും സോളോ സ്കൈ ഡൈവേഴ്സ് ആയിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടാൻഡം സ്കൈ ഡൈവിങ്ങിൽ. ഇവർ ഓരോരുത്തരും ഇങ്ങനെ ഒറ്റയ്ക്ക് ചാടുന്ന സമയത്ത് ലിറ്ററലി എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് റേസ് ചെയ്യായിരുന്നു. ബിക്കോസ് ഓരോ വട്ടം അവർക്കൊരു ഹെൽപ്പ് പോലില്ല, അവർ ഒറ്റയ്ക്ക് തന്നെ ചാടുമായിരുന്നു. ആൻഡ് ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ്. ഇവരൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചാടുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. ആൻഡ് സ്കൈയിൽ അറൗണ്ട് ലൈക്ക് നമ്മൾ 10-15 മിനിറ്റ്സ് തന്നെ അവിടെ ഇങ്ങനെ ചുറ്റിക്കളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കറക്റ്റ് ആ ഒരു ഫീറ്റും കാര്യങ്ങളും വിൻഡൊക്കെ നോക്കിയിട്ട് അവരവിടുന്ന് നമ്മളെ താഴത്തേക്ക് ലൈക്ക് നമ്മളെ ജമ്പ് ചെയ്യാൻ സമ്മതിക്കുക. പിന്നെ ഓരോരുത്തർ ചാടാൻ തുടങ്ങി. അങ്ങനെ ഞാനും ചാടി. ഇതാ പറന്ന് നിൽക്കണത് ഞാനാണ്. എനിക്ക് തന്നെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അത്രയും ഹൈറ്റ് ഞാൻ ചാടി എന്നുള്ളത്. ലൈക്ക് സ്റ്റിൽ താഴെ ഗ്രൗണ്ടിലെത്തിയ സമയത്തും ഐ വാസ് ലൈക്ക് സ്റ്റിൽ ഭയങ്കര അൺറിയൽ ആയിട്ടാണ് ഈ ഒരു ഹോൾ എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തത്. ദർ ഇസ് സംതിങ് ദറ്റ് ഐ കുഡ്ന്റ് എക്സ്പ്ലെയിൻ ഹൗ ഐ ഫെൽറ്റ്. ഞാൻ അടിപൊളിയായിട്ട് ചെയ്തെന്നാ പറഞ്ഞത്. കാരണം നല്ല വിൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ
മീൻസ് എൻ്റെ ഇൻസ്ട്രക്ടർ അടിപൊളിയായിട്ട് പറഞ്ഞെന്ന് അതേപോലെ ചെയ്ത് നല്ല രസമായിരുന്നു. അതിൻ്റെ ബാഗ് ചാടിയപ്പോൾ എനിക്കറിയില്ല എന്താ പറയേണ്ടത്, കാരണം ഫുള്ള് വേഗവും കാര്യങ്ങളും എന്നാലും ഇവർ ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നെ. എന്തായാലും ഒരു വട്ടെങ്കിൽ ലൈഫിൽ ഇത് എന്തായാലും എല്ലാവരും ചെയ്യണം. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് I came from another world. Because yeah, I was scared to do this first of all, but now I feel like I don't know, guys, you should do it. I'm gonna love it. ഇൻഷാല്ലാ. സീരിയസ്ലി എങ്ങനെ പറയാ, ഇത്ര വലുപ്പത്തിന് ചാടിയേ. നമ്മളെ കൂടുതൽ ആൾക്കാരൊക്കെ വെറുതെ ചാടുന്നത്. ഞാൻ പിന്നെ എന്റെ കൂടെ ഒരാളുണ്ട്, ആവശ്യമില്ല. പക്ഷെ ഞാൻ ചാടി. എങ്ങനെ നിങ്ങളടുത്ത് പറയാൻ എനിക്കറിയില്ല, കാരണം അത്രക്കും so scared to do this. അത്രക്കും പേടിയായിരുന്നു. കാരണം ഇത് literally the instructor knew me well because I put like tries. Even she remembers, like എന്നെ ഓർമ്മയുണ്ട് അവർക്ക്. Oh my god. Like still I have that whole vision in my mind. Like I don't think like I can capture ചെയ്യാൻ പറ്റും, but it's okay. I'm so proud of myself, and she told like I did so well because the wind was so bad. Like അങ്ങനെയല്ല, വിൻഡ് ഭയങ്കരമായിട്ട് ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ അടിപൊളിയായിട്ട് ചെയ്തെന്നവർ പറഞ്ഞേ. And she was like, എനിക്ക് മറ്റേ കോഴ്സ് ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് പറഞ്ഞറിയോ, ഞാൻ അടിപൊളിയായിട്ട് ചെയ്തോണ്ട് മറ്റൊരു കോഴ്സ് ഉണ്ട് പോലും ഒറ്റയ്ക്ക് ചാടാൻ പറ്റുന്നത്. അത് ചെയ്യാൻ എൻ്റെ അടുത്ത് ചെയ്യണോ? ചെയ്യാല്ലേ? അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്തായാലും ചെയ്യണം. കാരണം അങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത. സോ ഷി വാസ് ലൈക്ക് സോ ഹാപ്പി. എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞ പോലെ ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് താഴ്ത്തും. പക്ഷെ എൻ്റെ കുറേ നേരം വെച്ച് ഐ തിങ്ക് ഇറ്റ് വാസ് അറൗണ്ട് ലൈക്ക് കുറച്ച് ടൈമുണ്ട്. എന്താ എനിക്ക് പറയാൻ വെക്കുന്നില്ല. I'm overwhelmed now and I loved it. Guys, എന്തായാലും ചെയ്യുക. I loved it. Thank you. I hope you guys love this vlog. Guys, I don't know how to explain it. I don't know, I'm just keep on telling you the same thing. But it was so good. It was so good. That's it. See you on the next one. Bye. ഞാൻ സംസാരിക്കത്തില്ല പറഞ്ഞത്, സംസാരിക്കുന്ന കണ്ടാ ഇപ്പൊ സെറ്റായില്ലേ? ഇപ്പൊ സെറ്റായില്ല സിത്തു. ഇപ്പൊ കണ്ടോ പേടിയായിട്ടാണ്. ഇപ്പൊ പേടിയൊക്കെ പോയി. ഇനിയും ഞാൻ ചെയ്യും. പൈസ ഉണ്ടാവും. പൈസ പോയാലെന്താ, ഒരൊറ്റ വട്ടം ജീവിക്കുള്ളൂ. ചെയ്യേണ്ടതൊക്കെ ചെയ്യാ അല്ലേ? പറ്റുകയാണെങ്കിൽ ഒക്കെ ചെയ്യണം. ഇവിടുന്നാ തുള്ളിയാ മേലേക്ക് താഴ്ത്തു.